ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓറൽ-ബി എന്ന കമ്പനി അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് ഡിസൈൻ തിങ്കിങ് ആണ് യൂസ് ചെയ്തത്. 90 കാലഘട്ടത്തിൽ ഓറൽ-ബി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് അവരുടെ കിഡ്സ് റേഞ്ചിലുള്ള ടൂത്ത് ബ്രഷ് വിൽക്കാനായിരുന്നു. അതിൻ്റെ വിൽപ്പന കൂട്ടാനായിട്ട് അവർ കൂപ്പൺസ് കൊടുത്തു, ഡിസ്കൗണ്ട്സ് കൊടുത്തു, ഫ്രീ ഗിഫ്റ്റുകൾ കൊടുത്തു. എന്തിന്? അവരുടെ പ്രോഡക്റ്റിന് ഡിസൈൻ തന്നെ അവർ ചേഞ്ച് ചെയ്തു. എന്നിട്ടും ഒരു വ്യത്യാസവും ഉണ്ടായില്ല. പിന്നീട് അവർ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ തുടങ്ങി. ഫീഡ്ബാക്ക് എല്ലാം വളരെ പോസിറ്റീവായിരുന്നു. അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി, എന്തായാലും ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി ഐഡിയോ എന്ന ഒരു പ്രോഡക്റ്റ് ഡിസൈൻ കമ്പനി അവർ സമീപിച്ചു. ആ മീറ്റിംഗ് നടത്തിയതിലൂടെ അവർക്കൊരു കാര്യം മനസ്സിലായി, ലീഡർഷിപ്പിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതിനുശേഷം അവർ റിസർച്ച് ടീമിനെ ക്രിയേറ്റ് ചെയ്തു. അവർ ഡിസൈൻ തിങ്കേഴ്സ് എന്നൊരു പേരും കൊടുത്തു. ഈ ഡിസൈൻ തിങ്കേഴ്സ് ആദ്യം ചെയ്തത് പീഡിയാട്രീഷ്യൻ, ഡോക്ടർ, സൈക്കോളജിസ്റ്റ്, ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ നേരിട്ട് പോയി കണ്ടിട്ട് അവരോട് ചോദിച്ചു, ബ്രഷിംഗ് പ്രോബ്ലമായിട്ട് വരുന്ന കുട്ടികളുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1 മാസം പിന്നിട്ടതിന് ശേഷം ഐഡിയോ ഒരു കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്തു. അതായത് സെയിൽസിലല്ല പ്രോബ്ലം വേറെ കുറേ കാര്യങ്ങളിലാണ്. അങ്ങനെ അവർ പ്രോബ്ലത്തെ റീഡിഫൈൻ ചെയ്തു. അങ്ങനെ അവർ കണ്ടെത്തിയ 3 പ്രോബ്ലംസാണ് പിന്നീട് അവർ റെക്ടിഫൈ ചെയ്തത്. ഡ്രോപ്പിംഗ് ദ ബ്രഷ് ആയിരുന്നു ആദ്യം കണ്ടെത്തിയ ഒരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം പഞ്ചിങ് ദെയർ ഫേസ്. മൂന്നാമത്തെ പ്രോബ്ലം ഹട്ടിങ് ദം വൈൽ ബ്രഷിംഗ് എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ 3 പ്രോബ്ലവും റെക്ടിഫൈ ചെയ്തതിനു ശേഷം ഗെറ്റ് എ ഗ്രിപ്പ് ക്യാമ്പയിൻ എന്നൊരു ക്യാമ്പയിൻ ഇവർ ആദ്യം അനൗൺസ് ചെയ്തു. അതിലൂടെ 23% ഷെയർ മാത്രമുണ്ടായിരുന്ന ഓറൽ-ബി 72% ഉയർന്നു.